വാർത്താപ്രഭാതം തുടരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അതിഥിയായി ശ്രീമതി അനുപമ മോഹൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. സ്വാഗതം ശ്രീമതി അനുപമ മോഹൻ വാർത്താപ്രഭാതത്തിലേക്ക്. ഒരുപാട് പേർക്ക് അനുപമ ടീച്ചറാണ്, പക്ഷെ മലയാളികൾ ആദ്യം പരിചയപ്പെടുന്നത് അനുപമ എന്ന നടിയായിട്ടാണ്. ജീവിതം അന്ന് ആ രണ്ട് പെണ്ണുങ്ങൾ എന്ന സിനിമയിൽ അഭിനയിക്കാൻ വന്ന അനുപമയിൽ നിന്ന് ഇപ്പോഴത്തെ അനുപമ ടീച്ചറിലേക്ക് എത്തിയപ്പോൾ എത്രത്തോളം മാറിയിട്ടുണ്ട് ജീവിതം? അന്ന് ഞാൻ വെറും ഒരു കുമാരി അനുപമ നായിഡു ആയിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാൻ ശ്രീമതി അനുപമ മോഹനായിട്ട് മാറി, ഒരു അമ്മയായി. അതൊക്കെയാണ് മാറ്റങ്ങൾ. പിന്നെ എൻ്റെ പ്രൊഫഷൻ ഡാൻസ്, അത് വീണ്ടും നല്ല രീതിയിൽ, അതായത് ടീച്ചറായിട്ട് വളർന്നത് കേരളത്തിൽ വെച്ചിട്ടാണ്. വെമ്പട്ടി ചിന്നസത്യം പോലെ ഒരു വലിയ ഗുരുവിൻ്റെ ശിഷ്യയായി കല അഭ്യസിച്ചു. ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ആ പാരമ്പര്യം പകർന്നു കൊടുക്കുന്നു. ഒരു കലോത്സവം എത്തുകയാണ്. കലോത്സവ കാലത്ത് ടീച്ചറെ വീണ്ടും ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ കലോത്സവം എത്തുമ്പോൾ എത്രത്തോളം കുട്ടികളുണ്ട്? കലോത്സവത്തിലേക്ക് അടുക്കുമ്പോൾ ഒരു ടീച്ചറുടെ മനസ്സിൽ എന്താ തോന്നുന്നത്? നല്ലൊരു സന്തോഷമാണ്. അതേ സമയത്ത് ഒരു ചെറിയ ടെൻഷനും ഉണ്ടാവും. നമ്മുടെ കുട്ടികൾ പെർഫോം ചെയ്യുന്നത് നന്നായിരിക്കണം എന്നുള്ള ഇതിലാണ്. എനിക്ക് കുട്ടികളുണ്ട്, പക്ഷേ ഒരുപാട് കുട്ടികളുള്ളതല്ല. എൻ്റെ അടുത്തേക്ക് വരുന്നവർ വെറും കുച്ചിപ്പുടി മാത്രം പഠിക്കുന്ന കുട്ടികൾ ആണ് എൻ്റെ അടുത്തേക്ക് വരാറ്. എന്തായാലും ദിവസങ്ങൾ അടുക്കുമ്പോഴേക്ക് നമുക്കൊരു സന്തോഷം ഉണ്ട്, അതേ സമയത്ത് ചെറിയ ടെൻഷനുണ്ട്. ടീച്ചർ ചോദിക്കട്ടെ, ഈ പല നർത്തകികളും ശാസ്ത്രീയ നൃത്തത്തിൻ്റെ പല മേഖലകളിലേക്കും പോകുന്നവരാണ്. ടീച്ചർ എന്തുകൊണ്ടാണ് ഈ കുച്ചിപ്പുടിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്? അത് ചെന്നൈയിലെ ഉള്ളവരാണെങ്കിലും മറ്റ് ദേശങ്ങളിലുള്ളവരാണെങ്കിലും ഏതെങ്കിലും ഒരു ആർട്ട് ഫോം മാത്രമേ പഠിക്കുള്ളൂ. ഞാനതുപോലെ തന്നെയാണ്. ഇവിടെ കേരളത്തിലുള്ളവർ മാത്രമേ അങ്ങനെ ഒരു എല്ലാം കൂടി പഠിക്കുന്ന ഒരു സമ്പ്രദായമുള്ളത്. ഇവിടെ എത്രത്തോളം ആർട്ട് ഫോംസ് കൂടുതൽ പഠിക്കുന്നോ അവരാണ് കൂടുതൽ നല്ലതെന്നായിട്ടാണ്, നല്ല ടീച്ചർ അല്ലെങ്കിൽ ഹയസ്റ്റ് ലെവലിലുള്ള ടീച്ചറായിട്ടാണ് കരുതുന്നതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. പക്ഷേ ഞാൻ മാത്രമല്ല, അങ്ങനെ പ്രൊഫഷണലി കൊണ്ടുപോകുന്നവർ ഏതെങ്കിലും ഒരു ആർട്ട് ഫോമിൽ ബേസ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും അവരുടെ നല്ലത്. ഗുരുവിൻ്റെ ഓർമ്മയ്ക്കാണ് ഞാനിത് കൊണ്ടുപോകുന്നത്. ഗുരുവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി സത്യാഞ്ജലി എന്ന് പേരിട്ടിട്ട് ഒരു നൃത്ത വിദ്യാലയം തന്നെ നടത്തുന്നുണ്ട്. പക്ഷെ കേരളത്തിലൊക്കെ കുച്ചിപ്പുടിയുടെ ഒരു ഒട്ടും അതിൻ്റെ ശുദ്ധമല്ലാത്ത രൂപത്തിലായിരുന്നു കുറേ കാലം കുച്ചിപ്പുടി അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. മൊന്തയും തളികയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കുച്ചിപ്പുടി ആവൂ എന്നുള്ളൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു മലയാളികൾക്ക്. സത്യാഞ്ജലിയിലൂടെ എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് ഒരു ഒറിജിനൽ കുച്ചിപ്പുടി എന്താണെന്ന് മലയാളികൾക്ക് പരിചയപ്പെടുത്താൻ? മുഴുവനായെന്ന് ഞാൻ പറയില്ല. എന്നെ കൊണ്ട് പറ്റുന്നത് ശ്രമം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് എൻ്റെ ഗുരു പത്മഭൂഷൺ ഡോക്ടർ വെമ്പട്ടി ചിന്നസത്യം അവർ ഈ ആർട്ട് ഈ ലോകം മൊത്തം അറിയാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട സമയത്ത് ഞാനവിടെയുണ്ട്, മാസ്റ്ററുടെ ഒപ്പം ഞാനവിടെയുണ്ട്. അപ്പോൾ എനിക്കറിയാം മാസ്റ്റർ ഇതിന് വേണ്ടിയിട്ട് എത്രത്തോളം ശ്രമിച്ചിട്ട് ഇന്ന് ഈ ലെവലിലേക്ക് എത്തിച്ചു എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് ഞാൻ കേരളത്തിലുള്ള ഈ ആർട്ട് ഫോം ഇങ്ങനത്തെ ഒരു നിലവാരത്തിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി, ദുഃഖം തോന്നി. പല ദിവസങ്ങളും ഞാൻ കരഞ്ഞിട്ടുമുണ്ട് ഇത് കണ്ടിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഞാൻ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത് ഞാൻ എൻ്റെ ഗുരുവിനോട് ചോദിക്കലും ഗുരു തീർച്ചയായിട്ടും തുടങ്ങിക്കൊള്ളൂ. ഇത്രയും കാലം തന്നെ ഞാൻ ചെന്നൈയിലായ കാരണം അവിടെ എൻ്റെ ഗുരുവിൻ്റെ സ്ഥാപനം ഉള്ളപ്പോൾ ഞാൻ അവിടെ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ കേരളത്തിലേക്ക് അൺഎക്സ്പെക്റ്റഡ്ലി ഷിഫ്റ്റ് ചെയ്ത സമയത്താണ് ഇങ്ങനെ ഒരു തോട്ട് വന്നത്. പിന്നെ ഗുരുവിൻ്റെ പേരിൽ തന്നെ തുടങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതും. അപ്പം ഞാൻ മാക്സിമം അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മാസ്റ്ററുടെ രീതിയിൽ തന്നെ എവിടെയും അതിൻ്റെ തനിമ നഷ്ടപ്പെടാണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നേരത്തെ ഈ പറഞ്ഞ മാതിരി
ഒരു താലമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു മൊന്തുണ്ടെങ്കിലോ മാത്രമായിരുന്നു അല്ലെങ്കിൽ ഒരു വാലെന്ന് പറയുന്നത് ഡ്രസ്സിൻ്റെ ബാക്ക് സൈഡിലുള്ള ഞങ്ങളൊക്കെ കച്ച എന്ന് പറയും. അതുണ്ടെങ്കിൽ മാത്രമേ കുച്ചിപ്പുടിയെന്ന് ധരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് എൻ്റെ ഒരു തെലുഗു കീർത്തനങ്ങളോട് ഇൻട്രൊഡ്യൂസ് വന്നത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് അതിനെക്കാട്ടി ഉപരി അതിൻ്റെ ലാംഗ്വേജസ് എടുക്കണം എന്നാണ് എൻ്റെ ഗുരുവിൻ്റെ അവിടെ നിന്ന് ഞാൻ പഠിച്ചിരിക്കുന്നത്. അല്ലാണ്ട് ഒരു നൃത്തത്തിനോ സംഗീതത്തിനോ ഭാഷ പ്രാധാന്യമല്ല ഒരിക്കലും. പക്ഷേ നമ്മൾ ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന സമയത്ത് അതിന് ഒരു പ്രാധാന്യം ഭാഷയ്ക്ക് അതിൻ്റെ റീജിയണൽ ലാംഗ്വേജസ് ഭാഷ നൽകണമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നതും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതും. എനിക്ക് പല വലിയ വലിയ ആൾക്കാർ എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഞാൻ അവരോട് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. അതിൽ ഞാൻ വിശ്വസിക്കുന്നു, ഉറച്ചു നിൽക്കുന്നു. മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല സിനിമകൾ, ഇവിടെ പറയും മുൻപേ അല്ലെങ്കിൽ രണ്ട് പെൺകുട്ടികളടക്കം ഒരുപാട് നല്ല സിനിമകൾ സംഭാവന ചെയ്ത ഒരു സംവിധായകനാണ് മോഹൻ. ഒരു ജീവിത പങ്കാളി എന്ന നിലയിൽ ഒരു കലാകാരിക്ക് എത്രത്തോളം സപ്പോർട്ട് കിട്ടുന്നുണ്ട്? നല്ല സപ്പോർട്ടാണ്, ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, നല്ല സപ്പോർട്ട് തന്നെയാണ്. പക്ഷേ എല്ലാ സ്വാതന്ത്ര്യം എനിക്കുണ്ട്. പക്ഷെ അതേ സമയത്ത് എൻ്റെ രണ്ട് കണ്ണുകളും എൻ്റെ കുടുംബത്തിൻ്റെ മേലെ ഉണ്ടാവണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ സപ്പോർട്ടും എനിക്ക് ഉണ്ട്. അന്ന് കാലത്ത് സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന കാലത്ത് വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 2-3 സിനിമയിലൊക്കെ അഭിനയിച്ചു. പിന്നെ എന്താ സിനിമ വേണ്ട എന്ന് തീരുമാനിച്ച് നൃത്തം മാത്രം മതി എന്ന് തീരുമാനിക്കാൻ എന്തായിരുന്നു കാരണം? അല്ല, ഇത് സിനിമ ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇത് വെറും എൻ്റെ ഫെയ്റ്റായിരുന്നു എന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എവിടെയോ ആന്ധ്രയിൽ ജനിച്ചു, തമിഴ്നാട്ടിൽ എൻ്റെ ഗുരുവിൻ്റെ കീഴിൽ നിന്ന് 8 വയസ്സ് മുതൽ ഞാൻ വളർന്നു. അങ്ങനെ ഒരു കല്യാണ പ്രായം എന്ന് പറഞ്ഞിട്ട് വരുമ്പോഴേക്ക് ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടാവുന്നു. അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ ആണ് ഇങ്ങനെ ഒരു സിനിമയിലേക്ക് വേണമെന്ന് പറയുന്നതും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് മദ്രാസിൽ ശ്രീനിവാസ കല്യാണം ബാലെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, കൊരത്തി വേഷത്തിലുള്ളതും പാർവതി വേഷത്തിലുള്ള ഒരു പിക്ചേഴ്സ്. അപ്പോൾ ആ പെർഫോമൻസ് കാണാൻ വന്നു. അങ്ങനെയാണ് എന്നെ ആ പടത്തിലേക്ക് സെലക്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ആ പടം തീരുമ്പോഴേക്ക് തന്നെ എന്നോട് ചോദിച്ചു, ഐ ലൈക്ക് ടു മാരി യു എന്ന് പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ പറഞ്ഞു, അയ്യോ ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വീണ്ടും എന്നോട് സംസാരിക്കാനും അല്ലെങ്കിൽ പ്രേമം തുടരാനും രണ്ട് പെൺകുട്ടികൾ കഴിഞ്ഞ ശേഷം വാടക വീട്ടിൽ എന്നെ വീണ്ടും അഭിനയിപ്പിച്ചു. അത് തീരാറാവുമ്പോഴേക്ക് കല്യാണം കഴിച്ചു. പിന്നെ അതങ്ങനെ അത് വെറും ഒരു നിമിത്തം മാത്രം, കല്യാണത്തിൻ്റെ ഒരു നിമിത്തം മാത്രമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ എൻ്റെ ഡാൻസ് എൻ്റെ 4ാമത്തെ വയസ്സ് തൊട്ട് എനിക്ക് തുടർന്ന് പോകുന്നതാണ്. എൻ്റെ കയ്യും കാലും ഓടുന്നവരിലും ഞാൻ തടിയാണെങ്കിലും എനിക്ക് പെർഫോം ചെയ്യാൻ ആഗ്രഹമാണ്. ഞാൻ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. അതാണ് എൻ്റെ ഒരു എയിം, എൻ്റെ ഒരു സന്തോഷം ജീവിതത്തിൽ. ടീച്ചർ, ഈ വെമ്പട്ടി ചിന്നസത്യത്തെ പോലെ ഒരു വലിയ ഗുരുവിൻ്റെ കീഴിൽ ഒരുപാട് വർഷത്തെ ഒരു ശിഷ്യത്വം ആ ഗുരുവിൻ്റെ കീഴിൽ, അത് ആ കാലത്തെ എങ്ങനെ ഓർക്കുന്നു? അയ്യോ, അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമയം മതിയാവില്ല. എൻ്റെ ഗുരുവിനോട് എനിക്കുള്ള ഒരു ആത്മബന്ധമെന്ന് പറയുന്നത്, എൻ്റെ അച്ഛനെ കാട്ടി കൂടുതൽ ഞാൻ എൻ്റെ ഗുരുവിനാണ് ഞാൻ സ്നേഹിച്ചതും കണ്ടിരുന്ന സമയങ്ങളും മനസ്സിലാക്കി മാസ്റ്റർ ഞങ്ങളോട് എന്നോട് പറഞ്ഞു തന്നെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഇന്നത്തെ കുട്ടികൾക്ക് ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാശ് വില കൊടുത്തിട്ട് വാങ്ങുന്ന ഒരു വ്യക്തി മാത്രമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. യാതൊരു സെൻറ്റിമെൻറ്റ്സോ അല്ലെങ്കിൽ അവർക്ക് ഗുരുവിനോടുള്ള ഭയഭക്തി എന്നുള്ളത് പോലും വളരെ കുറവാണ്. കുട്ടികളിൽ ഒട്ടും അത് കാണുന്നില്ല ഇപ്പോൾ. ഞങ്ങളുടെ കാലത്ത് അങ്ങനെയല്ല. ഞങ്ങളെന്ന് പറയുന്നത്
ഞങ്ങളുടെ ഒരു 4-5 കുട്ടികളുടെ ഒരു ഫസ്റ്റ് ബാച്ചിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. അതാണ് ഞാൻ എപ്പോഴും ഈ ഞങ്ങളെന്ന് പറയുന്നത്. ഞങ്ങൾ അത്രയും ഒരു ഒത്തൊരുമയോടാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. മാസ്റ്റർ കാലത്ത് മാസ്റ്ററുടെ എന്താ പറയുക, ഒരു 7 മണിയാകുമ്പോഴേക്ക് മാസ്റ്ററുടെ ആ ഹാളിൽ ചന്ദൻ തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് ക്ലാസ് തുടങ്ങുന്ന അതിങ്ങനെ ഓർക്കാൻ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ള കാര്യമാണ്. ഗുരുകുല സാമ്പ്രദായമായിരുന്നു അവിടെ. എപ്പോഴും ത്രൂ ഔട്ട് സമയം അവിടെ തന്നെ മാസ്റ്ററുടെ കൊറിയോഗ്രാഫി. ഞാൻ ചെന്ന ശേഷം അവിടെ മാസ്റ്റർക്ക് ഞാൻ ചെല്ലുന്ന സമയത്തുണ്ടായിരുന്ന ബാലെ ശ്രീകൃഷ്ണ പാരിജാതം. അത് കഴിഞ്ഞ ശേഷം മാസ്റ്റർ ചെയ്ത എല്ലാ ബാലേസിലും അതിൻ്റെ കൊറിയോഗ്രാഫിയിൽ ഉൾപ്പെടാൻ സാധിച്ചതിൻ്റെ ഒരു ഭാഗ്യം എനിക്ക് ദൈവം തന്നതാണ്. അതിൻ്റെ എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് ഞാൻ ഇന്ന് എൻ്റെ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും മാസ്റ്ററിൻ്റെ അവിടെ നിന്ന് കിട്ടിയത് തന്നെയാണ്. ഇത് അല്ലാണ്ട് ബുക്സിൽ നിന്ന് ഞാൻ പഠിച്ച നോളജ് അല്ല എനിക്ക്. ഞാൻ എന്ത് സംസാരിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് കിട്ടിയാലും അത് കംപ്ലീറ്റ് എൻ്റെ ഗുരുവിൻ്റെ അവിടെ നിന്ന് വന്ന അവിടെ നിന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് കിട്ടിയ നോളജാണ്, വിവരമാണ് ഞാൻ എൻ്റെ കുട്ടികളോടൊക്കെ ഞാൻ പകർന്നു കൊടുക്കുന്നത്. അത് വലിയ ഒരു വിശേഷമായിട്ടുള്ള. ഇപ്പോഴത്തെ കുട്ടികൾ നൃത്തത്തെ ഇപ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ ആ 8 വയസ്സിൽ അവിടെ ചെന്ന് താമസിച്ച് ഓരോ കാര്യങ്ങളും പഠിച്ചെടുത്ത് അങ്ങനെയുള്ളവർ ഇപ്പോഴും ഉണ്ട് നൃത്തരംഗത്ത് വളരെ സജീവമായി ടീച്ചറെ പോലെ. പക്ഷേ ഇന്നത്തെ കുട്ടികൾ നൃത്തത്തെ വെറും ഒരു പ്രശസ്തിയിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി പെട്ടെന്ന് പ്രശസ്തി കിട്ടാൻ അല്ലെങ്കിൽ മാർക്ക് കിട്ടാൻ അവർക്ക് എളുപ്പ വഴിയാണോ നൃത്തം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടല്ല. നമുക്ക് എന്ത് പഠിക്കണമെങ്കിലും അതിന് സാധന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം അത് നന്നാവേ ഉള്ളൂ. അത് സാധന വളരെ പ്രാധാന്യമായിട്ടുള്ള ഘടകമാണ്. ഇപ്പോഴത്തെ കുട്ടികളുണ്ട്, ചെറുപ്പം തൊട്ട് പഠിക്കുന്നവരുണ്ട്. ഈ പറഞ്ഞ മാതിരി തന്നെ അവർ +2 വരെയും ആണ്. നമ്മുടെ കേരളത്തിലാണ് ഞാൻ അങ്ങനത്തെ ഒരു പ്രവണത ഞാൻ കാണുന്നത്. +2 വരെയും എങ്ങനെയെങ്കിലും അവർ എല്ലാ ഇത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവർക്ക് മാർക്ക് കിട്ടണം, അല്ലെങ്കിൽ അവർ കലാതിലകമാവണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ അവർക്കുള്ളൂ. ഈ +2 കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര കുട്ടികൾ ഇതിലേക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട കാര്യം. അത് ഈ +2 വരെയുമുള്ള ത്രില്ല് മാത്രമേ ഉള്ളൂ അവർക്ക്. ആ ഫെയിം കിട്ടാനുള്ള ഇത് മാത്രമാണ് ഞാൻ കാണുന്നത്. ടീച്ചർ ഇപ്പോൾ ഗുരുകുല സമ്പ്രദായത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പം യുവജനോത്സവത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ധാരാളം CD അതുപോലത്തെ വസ്തുക്കൾ CD ഒക്കെ ഇറങ്ങി എല്ലാവരും പഠിക്കുന്നതൊക്കെ CD വെച്ചൊക്കെയാണ്. ഇത് ടീച്ചർ എങ്ങനെ കാണുന്ന ഒരു അധ്യാപിക എന്ന നിലയിൽ? അധ്യാപകൻ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സോങ് എടുത്തിട്ട് അതിനെ നല്ലപോലെ മനസ്സിലാക്കിയിട്ട് അതിന് മ്യൂസിക് ചെയ്തിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് കൊറിയോഗ്രാഫി ചെയ്തിട്ട് എത്രയോ പ്രാവശ്യം നമ്മളത് കൊറിയോഗ്രാഫി കഴിഞ്ഞ ശേഷം നമ്മൾ സ്റ്റുഡിയോ പോയിട്ട് അത് കറക്റ്റ് ചെയ്ത് നമ്മൾ അത്രയും പെർഫെക്റ്റ് ആക്കിയിട്ട് ഫിൽറ്റർ ചെയ്തിട്ടാണ് നമ്മളത് സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നത്. എന്നിട്ട് എനിക്ക് നമ്മുടെ സ്റ്റേറ്റിനോട് തന്നെ അഭ്യർത്ഥിക്കാനുണ്ട്, ദയവ് ചെയ്തിട്ട് അങ്ങനെയുള്ള ഒരു കാര്യം ഈ CD വിൽപ്പന എന്നുള്ളത് നിർത്തണം എന്ന് വളരെ വിനയപൂർവ്വം ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ മാത്രമല്ല പല ടീച്ചേഴ്സിനും ആ വേദന അവിടെ ഉള്ളതാണ്. ഇത് വെറും ഒരു 500 റുപ്പീസിന് ഈ സ്റ്റേറ്റിൽ വരുന്ന ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറയുന്ന ഐറ്റംസ് 500 റുപ്പീസിന് ആ CD വാങ്ങിച്ച് കൊണ്ടുപോയിട്ട് എന്നിട്ട് അവർക്ക് അതുപോലെ വർക്ക് ചെയ്യാൻ പറ്റുമോ അതും അവർക്കറിയില്ല. എന്നിട്ട് അത് എന്തെങ്കിലും കാണിച്ചു വെച്ചിട്ട് അത് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഒരു ഗുരു എന്ന നിലയ്ക്ക് ഞാൻ മാത്രമല്ല, എൻ്റെ ഈ പ്രാർത്ഥന പല ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നും പല സാറുമാരുടെ വേദന കൂടിയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ സ്റ്റേറ്റ് തീർച്ചയായിട്ടും വീഡിയോ എടുത്തോട്ടെ, കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ അത് വിൽക്കരുത്. അത് ആ കളിച്ച കുട്ടിക്ക് വേണമെങ്കിൽ ഒരു കോപ്പി കൊടുക്കാമെന്നല്ലാണ്ട് ഇത് ഇങ്ങനെ പബ്ലിക്കായിട്ട് നമ്മുടെ സിനിമ CD പോലെയോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഒരു പാട്ട് പോലെയോ ഇത് കൊടുക്കുമ്പോൾ വളരെ വളരെ ചീപ്പായിട്ടാണ് ഈ സംഭവം മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അറിയ പോലില്ല നമ്മുടെ ഐറ്റംസാണ് എല്ലാ സ്ഥലത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യം.
തീർച്ചയായും അതെ. ഒരു കലോത്സവം കൂടി വരുമ്പോൾ ടീച്ചറെ പോലെയുള്ളവരുടെ ഈ വാക്കുകൾ അധികൃതർ കേൾക്കേണ്ടതാണ്. ഇനിയും ഒരുപാട് കുട്ടികളുണ്ട് നൃത്തം പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നൃത്തത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ. അവരോട് ഇത്രയും വർഷം നൃത്തത്തെ ഉപാസിച്ച ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത്? കുട്ടികൾ നന്നായിട്ട് പഠിക്കുക. എല്ലാ കേരളത്തിലുള്ള കുട്ടികൾ സമ്മതിക്കണം ശരിക്ക്. എന്താണെന്ന് വെച്ചാൽ അവർ ഇത്രയും 3 ആർട്ട് ഫോംസും പഠിക്കുമ്പോൾ അതിൻ്റെ വ്യത്യസ്തത ആ കുട്ടികൾ വളരെ കൃത്യമായിട്ട് തന്നെ അവർ കാണിക്കുന്നുണ്ട്. അത് കേരളത്തിലുള്ള കുട്ടികൾ ശരിക്കും സമ്മതിക്കണം. കുട്ടികൾ നന്നായിട്ട് പഠിക്കുക. എല്ലാ കേരളത്തിലുള്ള കുട്ടികൾ സമ്മതിക്കണം ശരിക്ക്. എന്താണെന്ന് വെച്ചാൽ അവർ ഇത്രയും 3 ആർട്ട് ഫോംസും പഠിക്കുമ്പോൾ അതിൻ്റെ വ്യത്യസ്തത ആ കുട്ടികൾ വളരെ കൃത്യമായിട്ട് തന്നെ അവർ കാണിക്കുന്നുണ്ട്. അത് കേരളത്തിലുള്ള കുട്ടികൾ ശരിക്കും സമ്മതിക്കണം. കുട്ടികൾക്ക് നല്ല ഒരു ഭാവിയുള്ള കുട്ടികളാണ്. അവരത് തുടർന്ന് ഈ പറഞ്ഞ മാതിരി +2 കഴിഞ്ഞ ശേഷം അത് തുടർന്ന് കൊണ്ടുപോവാണെങ്കിൽ കഴിവുള്ള കുട്ടികൾ, എല്ലാ കുട്ടികളെയും പറ്റിയിട്ട് നമ്മൾ പറയുന്നില്ല, നന്നായിട്ട് ഇതിൽ തുടർന്ന് കൊണ്ടുപോകാനുള്ള കഴിവുള്ള കുട്ടികൾ അത് തീർച്ചയായിട്ട് തുടർന്ന് കൊണ്ടുപോകണം. പക്ഷെ വേറെ ഒരു കാര്യം കൂടിയുണ്ട് അതിൽ. ഈ +2 കഴിഞ്ഞ ശേഷം അവർക്ക് പഠിക്കാനുള്ള സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സാമ്പത്തികം ഇമ്പോർട്ടൻ്റ് ആണ്, എൻകറേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3ഉം കൂടി അവിടെയുണ്ട്. ഇതെല്ലാം കൂടി കിട്ടുന്ന കുട്ടികൾ തീർച്ചയായിട്ടും അത് കൊണ്ടുപോകണം. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്, നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ഗുരു ശിഷ്യ ബന്ധം എന്നുള്ളത്. ഒരു കുട്ടീനെ എനിക്ക് ഇന്ന് എൻ്റെ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ അച്ഛൻ, അമ്മ എല്ലാം കൂടിയാണ് എൻ്റെ ഗുരു എന്ന് പറയുന്ന ഒരു വ്യക്തി. വ്യക്തി എന്ന് പറയാൻ പാടുണ്ടോ എനിക്കറിയില്ല, എൻ്റെ മലയാളത്തിൻ്റെ തെറ്റാണ്. അങ്ങനത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഗുരുവിനോട് ഒരു നന്ദിയെങ്കിലും ഉണ്ടാവണം എന്നാണ് കുട്ടികൾക്ക്. നമ്മൾ ഒരു കുട്ടീനെ വളർത്തി അവരെ പെർഫോം ചെയ്യിപ്പിച്ച് അവരെ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുമ്പോൾ അവർക്ക് ആ ഗുരുവിനോട് യാതൊരു വിലയില്ല. അവരപ്പം തന്നെ വലുതായിപ്പോയി എന്നുള്ള ഒരു ചിന്തകളാണ് അവർക്ക്. പക്ഷേ അത് അവരുടെ പ്രായത്തിൻ്റെ കുഴപ്പമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഞങ്ങളൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഇന്നും ഞാൻ ഒരു ഗുരു ആയിട്ടില്ല, ഗുരു ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഞാൻ എപ്പോഴും എന്നും എൻ്റെ ഗുരുവിൻ്റെ ശിഷ്യയായിട്ട് മാത്രം അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിന് ഒരു അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു സ്റ്റോപ്പാണ്. പക്ഷേ എനിക്ക് ഇന്നും എന്നും പഠിക്കാനും പഠിപ്പിക്കാനും, അത് കൊറിയോഗ്രാഫി ചെയ്തിട്ട് ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റാത്ത പല സംഭവങ്ങളുണ്ട് ഇപ്പോൾ എൻ്റെ പ്രായത്തിൻ്റെയും എല്ലാം കൊണ്ട്. അത് എൻ്റെ കുട്ടികളിലേക്ക് പകർത്ത് ഞാനത് വളർത്തി വലുതാക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. മാസ്റ്ററുടെ ഇത്രയും കാലത്തിൻ്റെ മാസ്റ്ററുടെ കീഴിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനത് മാസ്റ്റർ വളർത്തി വലുതാക്കിയ ഈ കുച്ചിപ്പുടി എന്ന് പറയുന്ന നാട്യത്തിന് എനിക്ക് കൂടുതൽ എൻ്റേതായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് അറ്റ്ലീസ്റ്റ് ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്ത് അത് കൊണ്ടുപോകണം, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ടീച്ചർ, മറ്റൊരു സ്കൂൾ യുവജനോത്സവം കൂടി വളരെ അടുത്തെത്തി നിൽക്കുന്ന ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. പലപ്പോഴും ഈ നൃത്ത മേഖലയിൽ വളരെ അൺഹെൽത്തി കോമ്പറ്റീഷൻസ് നിലനിൽക്കുന്ന ഒരു മേഖലയായിട്ടാണ് പലപ്പോഴും കണ്ടുവരുന്നത്. ടീച്ചർ, അത് കൂടി വരുന്നുണ്ട്, എങ്ങനെയാണ് ടീച്ചർക്ക് തോന്നുന്നത്? അത് അഴിമതിയാണ് ഇവിടെ പ്രധാനമായിട്ട് വരുന്നത്. കഴിവുള്ള കുട്ടികൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ചില ബാച്ചുകൾ, CD ടീച്ചേഴ്സ്, അവർ കഴിവുള്ള കുട്ടികൾ തടയാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രം ദ സ്കൂൾ ലെവൽ തൊട്ട് കഴിവുള്ള കുട്ടി കയറാണെങ്കിൽ ആ കുട്ടിക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ കുട്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അവരെ കൊണ്ട് സാധിക്കുമോ ആ കാര്യങ്ങളൊക്കെ അവർ ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ ഒരു ജഡ്ജസിൻ്റെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവം വേറെ. അവർക്ക് ഇഷ്ടമുള്ള ജഡ്ജസിനെ അവർ വിളിക്കുക, എന്നിട്ട് ജഡ്ജ്മെൻറ്റ്സ് ഉണ്ടാക്കുക, നല്ല കുട്ടീനെ തടയുക, അവർക്ക് ഇഷ്ടമുള്ള കുട്ടീനെ കയറ്റി കൊണ്ടുപോവുക. അവർ സ്റ്റേറ്റിലേക്ക് എങ്ങനെയെങ്കിലും എത്തണം, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ അത് അവരുടെ കഴിവിലെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ അപ്പീൽസിൻ്റെ പ്രവാഹമാണ്. അപ്പീൽ കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല, അത് കൊടുത്തേ പറ്റുള്ളൂ. കുട്ടികൾക്ക് നന്നായിട്ട് കളിക്കുന്ന കുട്ടികളെ ചവിട്ടി താത്തി പിടിച്ച് താഴെ വെച്ചിരിക്കുകയാണ്.
അപ്പോൾ അവർക്ക് വേറെ നിവൃത്തിയില്ല, അവർ അപ്പീലിനെ പോയേ പറ്റുള്ളൂ. ഇങ്ങനെ ഈ ജഡ്ജസിന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ജഡ്ജസിനെ കൊണ്ടുവരുമ്പോൾ തന്നെ അവർ പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. ഇന്ന കുട്ടിക്ക് കൊടുക്കണം, ഇന്ന ഡ്രസ്സ്, ഇന്ന പാട്ട്, ഇതിനൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഫിക്സ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനെയും സമ്മതിച്ച് പോകുന്ന ജഡ്ജസിൻ്റെ ഗ്രൂപ്പ് വേറെ, അങ്ങനെ വിളിക്കുന്ന ഗ്രൂപ്പ്സ് വേറെ. ഇതിനെ നല്ല കുട്ടികൾക്കാണ് അവർക്ക് വരാൻ പറ്റാണ്ട് വിഷമിച്ച് പോകുന്ന പല കുട്ടികളാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഈ അപ്പീൽസ് തള്ളിപ്പോകുമ്പോൾ അത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അവരുടെ കഴിവാണ് അവർ നോക്കേണ്ടത്. അപ്പീൽ കമ്മിറ്റിയിൽ അവിടെ എങ്ങനെയാണ് അപ്പീൽസ് ചെയ്യുന്നതെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം, അപ്പീൽ കമ്മിറ്റി ആണെങ്കിൽ ഈ കുട്ടികളുടെ CD അവർ കാണണം, എന്നാൽ മാത്രമേ അവർ ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പീൽ എങ്ങനെയാണ് പറയേണ്ടത്. പക്ഷേ ഈ അപ്പീൽ കമ്മിറ്റിയിൽ ഇരിക്കുന്നവർ എത്രത്തോളം ഇതിനെപ്പറ്റി നോളജ് ഉള്ളവരാണെന്നുള്ളത് അറിയണം. ഇപ്പോൾ ഈ താഴെ സ്കൂൾ ലെവൽ, സബ് ജില്ല, ഈ ലെവൽ ജില്ലാ തരത്തിലേക്കൊക്കെ വരുന്നത് ഇവർ വെറും കൂച്ചിപ്പുടി എന്ന് പറയുന്ന നൃത്തരൂപത്തിനെ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് എന്നിട്ട് നിന്നിട്ട് ഒരു അടവ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മൾ സലാം പറയാം. അത്രയും പോലെ കഴിവില്ലാത്തവരാണ് ഈ ജഡ്ജസായിട്ട് വന്ന് അവിടെ ഇരിക്കുന്നത്. ഈ കൂച്ചിപ്പുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എവിടെ നിന്ന് വന്നു, ഇതിൻ്റെ ബേസിക് എന്താണ് എന്ന് പോലെ നോളജ് ഇല്ലാത്ത പല ജഡ്ജസാണ് അവിടെ വന്നിരിക്കുന്നത്. അതിന് എന്താ മാർഗം എന്ന് എനിക്കറിയില്ല. ഞാൻ പല പ്രാവശ്യം നമ്മുടെ യൂത്ത് ഫെസ്റ്റിവൽസിൻ്റെ പല സന്ദർഭങ്ങളിലും ഞാനിത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെന്താ മാർഗം എന്നുള്ളത് എല്ലാവരും കൂടി, അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും പേരൻസ് ആണെങ്കിലും അവരെല്ലാവരും കൂടി ഒത്തൊരുമ കാണുന്നില്ല ഇവിടെ, അതോട് ചേർന്ന് പോവുകയാണെങ്കിൽ ഇതിനെ ഒരു നല്ല ലോകത്തിൽ എവിടെയും ഇല്ലാത്ത ഒരു ഉത്സവമാണ് കേരളം നടത്തുന്നത്. അതിൽ വളരെ നമ്മുടെ ഗവൺമെൻറ് അത്രയും വലിയൊരു ഫങ്ഷനാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് അവസാനം കരച്ചിലും ബഹളും അടിയും തടിയുമായിട്ടാണ് ഈ പോകുന്നത്. തീർച്ചയായും നമ്മൾ ഓരോ കൊല്ലവും ഇങ്ങനത്തെ ഈ സങ്കടവും ഈ ആകുലതകളും ഒക്കെ എല്ലാവരും നൃത്താധ്യാപകരും അല്ലെങ്കിൽ കലയെ സ്നേഹിക്കുന്ന എല്ലാവരും പങ്കുവയ്ക്കാറുണ്ട്. ഇതിനൊക്കെ ഇടയിലും ടീച്ചർക്ക് കഴിഞ്ഞ വർഷം കുറച്ചും കൂടെ സ്പെഷ്യലായിരുന്നു. ഗുരുവായൂരപ്പൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം, ഒരു കലാകാരിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങളിൽ ഒന്നാണ്. എന്താണ് അതേക്കുറിച്ച് കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എനിക്ക് ഗുരുവായൂരപ്പൻ, എനിക്ക് അങ്ങനെ ഒരു അവാർഡ് അവിടെ ഉള്ളത് പോലും ഞാൻ അറിയില്ല. പക്ഷെ എങ്ങനെയാണ് എനിക്ക് ഇത് കിട്ടിയെന്നുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ തന്നെ എനിക്ക് നേരിട്ട് അത് എനിക്ക് തന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെ അവിടെ ഗുരുവായൂരിൽ ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കുന്നു എന്ന് പോലും ഞാൻ കേട്ടിട്ട് പോലില്ല. അങ്ങനെയുള്ള എനിക്കാണ് ആ ഗുരുവായൂരപ്പൻ. ഞാൻ കേരളത്തിൽ ഒരുപാട് ആർട്ടിന് വേണ്ടിയിട്ട്, കുച്ചിപ്പുടി ഡാൻസിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് എതിർപ്പുകളും കാര്യങ്ങളും ഇതൊക്കെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ഞാൻ കരയാറുണ്ട്. എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും. ഞാൻ ഒരുപാട് കരയാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഗുരുവായൂരപ്പൻ അതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും എനിക്ക് അങ്ങനത്തെ ഒരു പുരസ്കാരം തന്നത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പുരസ്കാരമാണ്. അത് കാണാൻ എൻ്റെ ഗുരു ഉണ്ടായിരുന്നില്ല, എൻ്റെ അച്ഛനമ്മയില്ല, എൻ്റെ ചേട്ടന്മാരില്ല, ആരും ഇല്ലാണ്ട് പോയി. അത് പങ്കെടുക്കാൻ എൻ്റെ കുടുംബം മാത്രമാണ്, എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും അവരൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഗുരു, എൻ്റെ അച്ഛൻ നമുക്ക് കാണാൻ പറ്റാത്തതിൻ്റെ വിഷയമാണ്. തീർച്ചയായും ടീച്ചർ, വലിയ വലിയ പുരസ്കാരങ്ങൾ ഈ വർഷവും ടീച്ചർക്ക് ഇനിയും തേടിയെത്തട്ടെ ടീച്ചറിലൂടെ, ടീച്ചറുടെ ശിഷ്യരിലൂടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. കലയെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയട്ടെ എന്നും ആഗ്രഹിക്കുന്നു. വാർത്താപ്രഭാതത്തിൽ ഒരിടവേള കൂടി.